എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. നാളെ നമുക്ക് വിഷുവാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ വിഷു വളരെ വിശേഷപ്പെട്ട വിഷുവാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. കഴിഞ്ഞ വിഷുവിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ വിഷു നമുക്കെല്ലാവർക്കും നല്ല വിഷുവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നെസ്സിനെ നോക്കി പോവുകയാണ്. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ രാമ കോൺഷ്യസ്നെസ്, കൃഷ്ണ കോൺഷ്യസ്നെസ്, ജീസസ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു സംഭവമാണ്. അതും ഈ ആത്മീയ ജീവിതത്തിൽ, സ്പിരിച്വൽ ലൈഫിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു ഘടകമാണ് ഇത്. ഈ കൃഷ്ണ കോൺഷ്യസ്നെസ്. അപ്പോൾ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ കോൺഷ്യസ്നെസ് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൻ്റെ കൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ കൂടെ അങ്ങനെ ചേരുന്നതാണ്. അതാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു നിലപാട്. അതാണ് എൻലൈറ്റൻമെൻറ്റ്, അതാണ് മുക്തി. അപ്പം കൃഷ്ണ പരമാത്മയ്ക്ക് എല്ലാം അറിയാം. ദൈവീക നിലയിൽ ഉള്ള ഒരു ആത്മാവാണ്. അപ്പം ഈ വിഷുവിലെ തന്നെ നമ്മൾ ഇന്ന് ഈ വിഷു തുടങ്ങി. അതായത് ഓൾറെഡി നമുക്ക് ഏകദേശം 58-59 വീഡിയോകളായി. അതിലെല്ലാം നമ്മൾ പറയുന്നത് ഈ മുക്തിയെ നോക്കി പോകാനുള്ള വഴികളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ഇനി നമുക്ക് വേണ്ടിയത് വെറുതെ വീഡിയോ കേൾക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം എഴുതിയെടുക്കുക എന്ന് മാത്രമല്ലാതെ ഇതിനെ ഡെയിലി ലൈഫിൽ ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും ഇതിനെ എത്ര ദൂരം നമ്മൾ പാലിക്കാൻ പറ്റും, പ്രാക്ടിക്കലായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര ദൂരം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിനി നോക്കാനോ പ്ലാൻ ചെയ്യാനോ ഇല്ല, ശ്രമിക്കുക. ഈ നേരിട്ടങ്ങ് കളത്തിലിറങ്ങുക, അതാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ. അപ്പം കഴിഞ്ഞ വിഷുവിനെക്കാട്ടിലും ഈ വിഷുവിൽ നമുക്ക് ഒരുപാട് അറിവ് നേടാൻ പറ്റി. ഇനി അടുത്ത വിഷുവിനകം നമ്മൾ ടോട്ടലായിട്ട് വേറെ ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കണം. അതായത് മനുഷ്യ നിലയിലിരുന്ന് കൃഷ്ണ കോൺഷ്യസ് നിലയ്ക്ക് നമ്മൾ വരണം. ആ തളത്തിൽ വരണം, ആ തളത്തിൽ നമുക്ക് എത്തിച്ചേരണം. ഓക്കെ. അപ്പം ഇപ്പം ഇങ്ങനെ പല വീഡിയോസും കണ്ട് കേട്ട് അതിനെ ഫോളോ ചെയ്ത്, അതാണ് വളരെ ഇംപ്ലിമെൻറ്റേഷൻ, അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തിരിച്ചും ഈ വീഡിയോസ് ഇട്ട് കേൾക്കണം, അല്ലെങ്കിൽ നോട്ട്സ് എടുത്തെടുത്ത് ആ നോട്ട്സിനെ വായിക്കണം. നോട്ട്സിനെ വായിച്ച് ഇതിനെ അങ്ങനെ നമ്മൾ തലയിൽ കയറ്റി എത്ര ദൂരം പ്രാക്ടിക്കലായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റുമോ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ, അപ്പോഴായിരിക്കും നമുക്ക് നമ്മളുടെ മനുഷ്യ തലത്തിൽ നിന്ന് കൃഷ്ണ കോൺഷ്യസ്നെസ്സിന് ഉയരാൻ പോകുന്നത്. ഓക്കെ. ഞാൻ ഇന്നലെ ഒരു ചെറിയ തുടക്കം കുറിച്ചിട്ടു. അതായത് കർമ്മയോഗിയാകുന്നത് എങ്ങനെ. അപ്പം കർമ്മയോഗിയാകണമെങ്കിൽ എന്തുവാ, നമ്മളെപ്പോഴും വിറ്റ്നസ് മോഡിലിരിക്കണം, ഇല്ലയോ? അതാണ് കർമ്മയോഗി. അതായത് അപ്പം ഉള്ള ഇപ്പം നടക്കുന്ന ഈ പ്രസൻറ്റ് ടെൻസിൽ, ഈ വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് കർമ്മയേ ഇല്ല. അതായത് നെഗറ്റീവ് കർമ്മയേ ഇല്ല. അതാണ് നമ്മൾ നോക്കിയത്. ഇപ്പം അതിനെ തുടർന്ന്, അതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. അതിനെ തുടർന്ന് ഇന്നും നാളെയും ഒരു 3-4 വീഡിയോസ് നമ്മൾ നോക്കാൻ പോകുന്നത് കർമ്മയെ കുറിച്ചാണ്. വളരെ വളരെ പ്രാധാന്യം, നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉള്ള ഒരു ടോപ്പിക്കാണ് ഇത്, കർമ്മ.
ഓക്കെ. സോ കർമ്മ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ, പിന്നെ 2, 3 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് വരും. ഒക്കുന്നെങ്കിൽ, എനിക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പാർട്ട് 4ഉം കൂടെ ഇടാം. ഓക്കെ. നമുക്ക് തീർക്കുന്നതല്ല പ്രശ്നം, നമുക്ക് എത്ര ദൂരം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. എത്ര ദൂരം നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റും, എത്ര ദൂരം നമ്മൾ ഒന്നിച്ച് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, റൈറ്റ്. ഇപ്പം ഇത് കർമ്മയെക്കുറിച്ചുള്ള ഇൻട്രഡക്ടറി വീഡിയോ ആണ്. അതായത് കർമ്മ എന്ന് വെച്ചാൽ എന്തുവാ. നമുക്ക് ഒരു കാര്യം, ഈ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ലിബറേഷൻ അല്ലെങ്കിൽ മുക്തി അല്ലെങ്കിൽ മോക്ഷം, ഇതൊക്കെ ഇതെല്ലാം ഒരേ വാക്കുകളാണ്, ഇതിനെല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പം ഇതിനെ തേടി നമ്മൾ പോകുമ്പം നമുക്ക് വേണ്ടിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാരിറ്റി ഓഫ് മൈൻഡ്. ക്ലാരിറ്റി എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വെച്ചാൽ ഇപ്പം ഈ കലങ്ങി കിടക്കുന്ന വെള്ളത്തിൽ, ഇപ്പോൾ ഒരു കുളത്തിൽ വെള്ളം ഒരുപാടുണ്ട്. ഇപ്പോൾ 10 പേര് അതിനകത്ത് ചാടി, അല്ലെങ്കിൽ അതിനകത്ത് നീന്തി, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് കുളിച്ചു, അല്ലെങ്കിൽ നനച്ചു, അങ്ങനെയൊക്കെ ചെയ്യുമ്പം വെള്ളം കലങ്ങും. അതേസമയത്ത് ഒരു ആക്ടിവിറ്റിയും അതിനകത്തില്ല, ആരും അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം തെളിഞ്ഞിരിക്കും. വെള്ളം തെളിഞ്ഞിരിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ അങ്ങനെ തെളിഞ്ഞിരിക്കുന്ന വെള്ളത്തിലൂടെ നമ്മൾ നോക്കുമ്പം അടിയിലുള്ള ആൽഗെ, പച്ചയായിട്ട് വളർന്നിരിക്കുന്ന ചെടികൾ, മീനുകൾ, അതിനകത്ത് ഉള്ള ജീവജന്തുക്കൾ എല്ലാത്തിനെയും നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥമാണ് ക്ലാരിറ്റി, ക്ലിയർ വിഷൻ, ക്രിസ്റ്റൽ ക്ലിയർ. അത് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് നമുക്ക് വേണം. സോ വെറുതെ നമ്മൾ മുക്തിയെ തേടി പോവുക, മുക്തിയെ തേടി ഓടുക, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് മനസ്സ് ക്ലിയർ ആയിരിക്കണം. ക്ലാരിറ്റി ഓഫ് മൈൻഡ്. ഇന്നത് ഒരു ഇംഗ്ലീഷിൽ പറയും ഡില്ലി ഡാലിയിങ് ഇല്ല. ഡില്ലി ഡാലിയിങ് എന്ന് വെച്ചാൽ ഈ ചാഞ്ചാട്ടം, ഇതാണോ ശരി, അതാണോ ശരി, അല്ല, ഇത് ശരി, അത് തെറ്റ്, വെട്ടൊന്ന് തുണ്ട് 2. ആ ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് നമുക്ക് വേണം. അങ്ങനെ ക്ലാരിറ്റി വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കർമ്മ എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്തുവാ, അതിനെ നല്ല ക്ലിയറായിട്ട് മനസ്സിലാക്കിയാലേ മതി. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെത്താനെ മനസ്സിൽ കയറിക്കോളൂ. ഓക്കെ. ഇപ്പം ഒന്നാമത്തെ കാര്യം കർമ്മ എന്ന് വെച്ചാൽ ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ചെയ്ത്ത് എന്ന് വെച്ചാൽ നമ്മുടെ നടപടികൾ. കർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ നടപടികൾ, അതാണ് കർമ്മ, ആക്ഷൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുന്നു, ഇതൊരു കർമ്മയാണ്. നിങ്ങൾ കേൾക്കുന്നു, അതൊരു കർമ്മയാണ്. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടിയത്. അതാണ് കർമ്മ എന്നുള്ളതിൻ്റെ അർത്ഥം. കർമ്മ എന്ന് വെച്ചാൽ ആക്ഷൻ, നമ്മുടെ നടപടികൾ എന്നുള്ളത്. പിന്നെ കർമ്മയോഗ അല്ലെങ്കിൽ കർമ്മയോഗി. ഇപ്പം ആണുങ്ങളെ യോഗി എന്നും പെണ്ണുങ്ങളെ യോഗിനി എന്നും പറയും, യോഗീസ് ആൻഡ് യോഗിനീസ്. അപ്പം അങ്ങനെ പറയുമ്പം ഈ യോഗ എന്ന് പറയുന്നത് എന്തുവാ? യോഗ എന്ന് പറയുന്നത് യോഗയുടെ അർത്ഥം യൂണിയൻ എന്ന് വെച്ചാൽ ഒന്നിച്ച് അലിഞ്ഞു ചേരുന്നത്, അതാണ് യൂണിയൻ. നമ്മുടെ റെയിൽവേ യൂണിയനും മറ്റേ തൊഴിലാളികളുടെ യൂണിയനും അതല്ല. അതിലും സംഘടന എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ച് ചേരുന്നു, അവരുടെ മനസ്സും എല്ലാം ഒരേ രീതിയിൽ കാണുന്നു ഒരു പ്രോബ്ലത്തിനെ, അതാണ് യൂണിയൻ. അപ്പോൾ ട്രേഡ് യൂണിയനും ഓക്കെ, അർത്ഥമെല്ലാം ഒന്ന് തന്നെ. യോഗ എന്ന് വെച്ചാൽ യൂണിയൻ. ഇതിൽ ഈ ഹഠയോഗ, ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ കൈയും കാലും ആട്ടുന്നത്, ഒരുപാട് യോഗാക്കളുണ്ടല്ലോ, അതിനെ ഹഠയോഗ എന്ന് പറയും. ഈ ഹഠയോഗ എന്ന് പറയുന്നത് ഒരു 10% ഉള്ളൂ നമ്മുടെ യോഗിക് പ്രാക്ടീസ്. ഓക്കെ, സൂര്യ നമസ്കാരം, അങ്ങനെ പല പദ്മാസനത്തിലിരിക്കുന്നത്, പല ആസനാസ് ഇല്ലയോ, മയൂറാസന, വജ്രാസന, അങ്ങനെ ഒരുപാട് ആസനാസ് ഉണ്ട്.
ഇപ്പം സദ്ഗുരുവൊക്കെ പറയും ഈ യോഗ ചെയ്ത് ചെയ്ത് തന്നെ നമുക്ക് ഈ സൂര്യൻ്റെ കൂടെയും ചന്ദ്രൻ്റെ കൂടെയും യൂണിയനായി ആ സൈക്കിളിലോട്ട് നമ്മൾ മാറി നമുക്ക് ഉയർന്ന തലത്തിൽ എത്താം എന്നാണ് ഈ യോഗിക് കൾച്ചറിലുള്ളവർ പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മളുടെ കൂട്ട് സാധാരണപ്പെട്ട ആൾക്കാരെ വെറും ഈ ഹഠയോഗ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഈ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലൊന്നും വരാൻ പറ്റത്തില്ല. ഓക്കെ, അതൊരു കാര്യം. അപ്പോൾ ഹഠയോഗ എന്ന് പറയുന്നത് ഒരു ഭാഗം. യോഗ എന്ന് വെച്ചാൽ യൂണിയൻ, ഹഠയോഗ എന്ന് പറയുന്നത് പല പല ആസനാസ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ കർമ്മയോഗ. അപ്പം കർമ്മ എന്ന് വെച്ചാൽ ആക്ഷൻ, യോഗ എന്ന് വെച്ചാൽ യൂണിയൻ, ഒന്നിച്ച് ചേരുന്നു. അപ്പം ഒരു കർമ്മയോഗി എന്ന് പറയുമ്പം കർമ്മയോഗിയുടെ ഡെഫിനിഷൻ, കർമ്മയോഗി എന്ന് വെച്ചാൽ ആരെന്ന് പറഞ്ഞാൽ 100% മൈൻഡ്ഫുള്ളായിട്ട് ആര് ജീവിക്കുന്നോ അവനാണ് കർമ്മയോഗി. വെരി വെരി സിമ്പിൾ. അപ്പം 100% മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഓരോ വാക്കിലും ചിന്തയിലും നമ്മുടെ ചെയ്ത്തിലും 100% അവെയർനെസ്സോടെ ഇരിക്കണം, ബോധത്തോടെ ചെയ്യണം. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബോധം. ഓക്കെ, ആ ബോധത്തോടു കൂടി നമ്മൾ ചെയ്യുക. അങ്ങനെ വരുമ്പം ഈ സ്പിരിച്വൽ ജേണി, ഇപ്പം നമ്മളൊക്കെ എടുത്തിരിക്കുന്നത് സ്പിരിച്വൽ ജേണിയാണ്. അപ്പോൾ ഈ സ്പിരിച്വൽ ജേണിയിൽ വരുമ്പം അതായത് ആത്മീയത്തിൽ നമുക്ക് കർമ്മ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പം പൊതുവേ വേറൊരു കാര്യം പറയാം. ഈ വെസ്റ്റേൺ കൾച്ചർ, അതായത് USA, ജർമ്മനി, കാനഡ, മെക്സിക്കോ, UK, അവരെല്ലാം ഫോറിനേഴ്സാണ് നമുക്ക്, ഇല്ലയോ? ആ വെസ്റ്റേൺ കൾച്ചറിൽ അവർക്ക് കർമ്മ എന്നൊരു കാര്യമേ ഇല്ല. പിന്നെ ഇപ്പം അവിടുന്ന് ഒരുപാട് പേര് നമ്മളുടെ കൾച്ചറിലോട്ട് വരുന്നുണ്ട്, നമ്മളുടെ കൾച്ചറിനെ പഠിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ കർമ്മയെക്കുറിച്ച് അറിയാം. അല്ലെങ്കിൽ പൊതുവേ ഈ വെസ്റ്റേൺ കൾച്ചറിൽ കർമ്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറിൽ, അതായത് ഇന്ത്യയിലും ഇന്ത്യയെ ചുറ്റിയുള്ള നാടുകളിലും ഈ കർമ്മയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് കൊച്ചു കുഞ്ഞു വരെ പറയും, അവൻ്റെ കർമ്മ ശരിയല്ല, അവൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നതെല്ലാം കർമ്മഫലം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം കർമ്മ എന്ന് നമ്മൾ ദിവസവും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഒരു 10-20 പ്രാവശ്യമെങ്കിലും പറയും. അത്രയ്ക്ക് ഒരു കോമൺ ആയിട്ടുള്ള കോൺസെപ്റ്റായിട്ടും കർമ്മ മാറിയിട്ടുണ്ട്. എന്നാലും കർമ്മയെക്കുറിച്ച് ഒരുപാട് മിത്സ് ഉണ്ട്. മിത്സ് എന്ന് വെച്ചാൽ അത് സത്യമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് സത്യമല്ല. MITHS, മിത്സ്. ഓക്കെ, അപ്പോൾ ആ മിത്സിൽ ഒന്നാണ് ഈ കർമ്മ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ. കർമ്മ എന്ന് പറഞ്ഞാൽ സഫറിങ് എന്നാണ് വെപ്പ് നമ്മളുടെ. അതായത് ഒരുപാട് പേര് കർമ്മയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള രീതി. അവൻ്റെ കർമ്മ എന്ന് പറയുമ്പം അപ്പം കർമ്മ എന്ന് വെച്ചാൽ കഷ്ടപ്പാടാണോ? അപ്പം ഒരുത്തൻ കഷ്ടപ്പെടുമ്പോഴല്ലേ കർമ്മ എന്ന് പറയുന്നത്. അപ്പം കർമ്മ എന്ന് വെച്ചാൽ കഷ്ടപ്പാട് എന്നാണ്, കഷ്ടപ്പാടുകൾ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കർമ്മ എന്ന് പറയുന്നത് കഷ്ടപ്പാടുകൾ മാത്രമല്ല. ഓക്കെ, കർമ്മ എന്ന് പറയുന്നത് ഒരു സഫറിങ് അല്ല, കഷ്ടപ്പാടുകളല്ല. പിന്നെ കർമ്മ എന്ന് പറയുന്നത് ഒരു കേഴ്സും അല്ല. കേഴ്സ് എന്ന് വെച്ചാൽ ശാപം. ഈ ശപിക്കപ്പെട്ടവർക്കാണ് കർമ്മ, അല്ലാത്തവർക്കൊന്നും കർമ്മ ഇല്ല. അങ്ങനൊന്നും പറയാനില്ല. ഈ ഭൂലോകത്ത് ജനിച്ച എല്ലാവർക്കും കർമ്മ ഉണ്ട്. കുറേ സഞ്ചിത കർമ്മ വെച്ചിട്ടുണ്ട്. അതിനെ തീർക്കാനാണ് ഈ ഭൂലോകത്ത് നമ്മൾ ജന്മം എടുത്തത് തന്നെ. ഓക്കെ, അപ്പം കർമ്മ എന്ന് പറഞ്ഞാൽ ശാപമല്ല, കർമ്മ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളല്ല. അപ്പം കർമ്മ എന്ന് പറയുന്നത് എന്തുവാ? നേരത്തെ ഞാൻ ഫസ്റ്റായിട്ട് 100% കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ തന്നു. കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടപടികൾ, നമ്മുടെ ആക്ഷൻസ്. ഓക്കെ, അപ്പം ഈ കർമ്മ എന്ന് പറയുന്നത് ഒരു ലോ ആണ്. ലോ എന്ന് വെച്ചാൽ എന്തുവാ? ഒരു റൂളാണ്, ഒരു നിയമമാണ്. കർമ്മ എന്ന് പറയുന്നത് ഒരു നിയമം. അപ്പം ഈ നിയമത്തിൻ്റെ ഡെഫിനിഷൻ എന്തുവാ?
ഇപ്പം ഒരു പോലീസ് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നു, ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ അത് സൊസൈറ്റിയെ നന്നാക്കാൻ വേണ്ടി എഴുതി വയ്ക്കപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ നിയമങ്ങൾ. അപ്പം ഈ നിയമത്തിൻ്റെ ഡെഫിനിഷൻ എന്തുവാന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ, നിയമം എന്ന് പറഞ്ഞത് എഴുതി വെച്ചത് തന്നെയാണ്. അത് നമുക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അതിനെ സൊസൈറ്റിയിൽ ഈ ലോകത്ത് ജീവിക്കുന്നവരെ നമ്മൾ അതിനെ പാലിക്കേണ്ട കടമ നമുക്കുണ്ട്, പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ. അപ്പം ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, ചില നിയമങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും, ചില നിയമങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇല്ലയോ? ഇപ്പം GST ഇടുന്നു, ഒരുപാട് കാര്യത്തിന് GST കണ്ടമാനം ഇടുന്നു. ലക്ഷറി GST എന്ന് പറയുന്നതൊക്കെ 24%, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയി കഴിച്ചാൽ തന്നെ 18%. അത് സ്റ്റേറ്റ് GST, സെൻട്രൽ GST. അപ്പം പക്ഷേ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും GST എന്ന് പറയുന്നത് ഒരു നിയമമാണ്, അത് നമ്മൾ പാലിച്ചേ പറ്റൂ. അപ്പോൾ അതിനെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതുപോലെയാണ് ഈ ആത്മീയത്തിൽ, ഈ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ, ഈ കർമ്മ എന്നുള്ള ഒരു നിയമം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഏറ്റ പോലെ നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പിന്നെ ഈ കർമ്മ എന്ന് പറയുന്നത്, അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് ഒരു ലോ ആണ്. ഈ കർമ്മ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ഒരു ടൂൾ എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ഉപകരണം. ഇപ്പം നമ്മൾ 5 വീഡിയോയിൽ കണ്ടു, മനസ്സൊരു ടൂളാണോ? ഒടുക്കലത്തെ വീഡിയോയിൽ നമ്മൾ എന്തുവാ കൺക്ലൂഷൻ വന്നത്? എന്തോ കൺക്ലൂഷനിലാണ് എത്തിയത്? ആണ്, മനസ്സൊരു ടൂളാണ്, മനസ്സൊരു ഉപകരണമാണ്. എന്തോതിന്? എൻലൈറ്റൻമെൻറ്റിന്, മുക്തി തേടാൻ ഒരു ഉപകരണമാണ് മനസ്സ്. അതേപോലെ കർമ്മ എന്ന് പറയുന്നതും ഒരു ഉപകരണമാണ്, ഒരു ടൂളാണ്. അപ്പം ആ ടൂളിനെ നമ്മൾ ഉപയോഗിച്ച് മേലോട്ട് പോകാം, താഴോട്ടും പോകാം. അപ്പം ഏത് രീതിയിൽ ആ ടൂളിനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ടായിരിക്കും നമ്മളുടെ പുരോഗമനം, അതായത് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിൽ. ഓക്കെ. അപ്പം വേറൊരു കാര്യമുണ്ട്. ഒരു പഴഞ്ചൊല്ലുണ്ട്, വാട്ട് യു സോ യു റീപ്പ്. ഇതിനെ ഞാൻ മറക്കാതെ ടാഗിലിടാം. ഓക്കെ. വാട്ട് യു സോ യു റീപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് വിത്തിടുന്നോ അതിൻ്റെ ചെടിയായിരിക്കും കിളിച്ചു വരുന്നത്, ആണല്ലോ? അതിൽ യാതൊരു മാറ്റവും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു മാങ്ങാണ്ടി, നല്ല മാമ്പഴം നമ്മൾ കഴിച്ചു, വളരെ നല്ല മാമ്പഴം. അപ്പം ഈ വിത്തിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു മാവ് നമ്മളുടെ വീട്ടിൽ ഇരുന്നാൽ എത്ര നന്നായിരിക്കും. അപ്പം നമ്മളെന്തോ ചെയ്യുന്നു? ഗാർഡനിൽ ഒരു സ്ഥലം നോക്കി എല്ലാം റെഡിയാക്കി ആ മാങ്ങയുടെ അണ്ടിയെ നമ്മൾ കുഴിച്ചിടുന്നു. അപ്പം മാവിൻ്റെ വിത്തിടുമ്പം മാവാണ് വരുന്നത്. ഇപ്പം ആലിൻ്റെ ഒരു വിത്തിട്ടാൽ ആൽമരമാണ് വരുന്നത്. അതായത് ആലിൻ്റെ വിത്തിട്ട മാവും മാവിൻ്റെ വിത്തിട്ട ആലും അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അത് നടക്കത്തില്ല. അത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ എന്ത് വിത്തിടുന്നോ അതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ നമുക്ക് പോസിറ്റീവ് കർമ്മയും ഉണ്ട്, നെഗറ്റീവ് കർമ്മയും ഉണ്ട്. നമ്മൾ പോസിറ്റീവ് കർമ്മ എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലതേ വരൂ. നമ്മൾ ചീത്ത ചെയ്താൽ അത് വേറെ ആരടുത്തും പോകത്തില്ല, അത് ഡബിളായിട്ട് നമ്മളടുത്തേ തിരിച്ചു വരത്തുള്ളൂ. ഇതാണ് കർമ്മയുടെ ലോ, കർമ്മയുടെ നിയമം. അപ്പം ഇത് നമുക്ക് നല്ലപോലെ മനസ്സിലാവണം. ചില സമയം ഈ വീഡിയോ ഗൂഗിളിലൊക്കെ നോക്കുമ്പോഴേ ചില കൊച്ചു കുഞ്ഞുങ്ങൾ വായിലും മൂക്കിലും ഒക്കെ ട്യൂബ് ഇട്ടുകൊണ്ട്
എനിക്ക് അമ്മയും അച്ഛനും ഇരുന്ന് കരയുന്നു, മാറാത്ത രോഗം, ഇവർക്ക് കാശ് തരണം, അങ്ങനെ ഒരുപാട് ഇത്. ഞാൻ അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഒരുപാട് നേരം കാണത്തില്ല, എനിക്ക് അത് കാണാനുള്ള ശക്തിയില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പാടെല്ലാം വേറൊന്നുമല്ല, ദൈവത്തിന് കണ്ണില്ല, ദൈവത്തിന് മനസാക്ഷിയില്ല, ദൈവം ഒരുത്തനെ അത്രയും സുഖസൗകര്യത്തോടെ വെച്ചിരിക്കുന്നു, ഇനി ഒരുത്തനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നു. അവിടെ ദൈവവും ആരും വരുന്നില്ല, ആ ദൈവങ്ങളൊന്നും ആ പിക്ചറിലേ ഇല്ല. നമ്മൾ ചെയ്ത കർമ്മഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതിൽ വേറെ ആരെയും കുറ്റം പറയാനില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഇന്ന് തൊട്ട് ഇനിയുള്ള സമയങ്ങൾ, ഇത്രയും സമയം പോയത് പോട്ടെ, ഇനിയുള്ള സമയങ്ങളെങ്കിലും നമ്മൾ വളരെ ജാഗ്രതയോട് ജീവിക്കും. അതും ഈ കർമ്മ എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ബോളിനെ നമ്മൾ ഫോഴ്സായിട്ട് ചെവിറ്റിലെടുത്ത് എറിഞ്ഞാൽ തിരിച്ച് നമ്മളുടെ പുറത്ത് തന്നെ വന്നേവിടെ, ഡബിൾ ഫോഴ്സിൽ. അതാണ് കർമ്മ. അപ്പം കർമ്മയെക്കുറിച്ചുള്ള നല്ല ഒരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ തന്നെ അത് മാത്രം മതി നമ്മളെ നല്ല വഴിയിൽ നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് നമ്മളെ നല്ല വഴിയിൽ നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ ഇതാണ്. അതുമാത്രമല്ല, ഈ കർമ്മ എന്ന് പറഞ്ഞാൽ ആക്ഷൻ മാത്രമല്ല, മനസാ വാച കർമ്മണ, അതായത് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്. നല്ലത് ചിന്തിച്ചാൽ നമുക്ക് നല്ലത് വരും. മറ്റവർക്കായിട്ട് ചീത്ത ചിന്തിച്ചാൽ, അല്ലെങ്കിൽ അവൻ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ ചീത്ത വർത്താനം പറയുക, അവനെ പ്രാകുക, അവരൊക്കെ അവനെ ഒന്നും അത് ചെയ്യാൻ പോകുന്നില്ല. അവൻ്റെ കർമ്മ അവന്, എൻ്റെ കർമ്മ എനിക്ക്, നമ്മളുടെ കർമ്മ നമുക്ക്. അപ്പം മറ്റവരെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ എന്ത് പറ്റും? ഡബിളായിട്ട് നമുക്കാണ് അത് തിരിച്ചു വരുന്നത്. സോ നമ്മളുടെ ചിന്താഗതികൾ നേരെ ചൊവ്വയിരിക്കണം. വാക്കുകൾ, ചിന്തയാണ് വാക്കിനെ നിർണ്ണയിക്കുന്നത്. അപ്പം വാക്കുകൾ നല്ല വാക്കായിട്ടിരിക്കണം. അതിനെ തുടർന്ന് വരുന്നതാണ് ചെയ്ത്ത്, ആക്ഷൻസ്, നമ്മുടെ നടപടികൾ, അതും നന്നായിട്ടിരിക്കണം. ഇത് മൂന്നും മനസാ വാച കർമ്മണ നമ്മൾ 100% പ്യുവറായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് വിമോചനം ഉള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം കർമ്മാവിനെക്കുറിച്ച് സദ്ഗുരു ഒരു വലിയ ബുക്ക് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ബുക്ക് റിവ്യൂവിന് വേണ്ടി ഞാൻ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, കർമ്മ, ഡെത്ത്, അങ്ങനെ ഒരുപാട് ബുക്കുകൾ സദ്ഗുരു എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ബുക്ക് റിവ്യൂവിൽ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ആയിരക്കണക്കാന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആൾക്കാർ കർമ്മാവിനെക്കുറിച്ച്. അപ്പം ഒരു പുസ്തകം എഴുതുന്നതെന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല. അതിൽ ഒരുപാട് മുങ്ങി കുളിച്ച് മുത്തെടുക്കുന്ന ഒരാളിനെ കൊണ്ടേ ഒരു പുസ്തകത്തെ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവരുടെ കാഴ്ചപ്പാടിനേറ്റ മാതിരിയായിരിക്കും ആ പുസ്തകങ്ങൾ എഴുതുന്നത്. അപ്പം കർമ്മയെക്കുറിച്ച് കുറേ പുസ്തകങ്ങളുണ്ട്, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വന്ന് കുറേ വീഡിയോകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ശരിയായതല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗുരുമുഖാന്തരം നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് 100% ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, അതുമാത്രമല്ല നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടണം ഇതിനെ മനസ്സിലാക്കാൻ. ഈ കർമ്മ എന്ന് വെച്ചാൽ എന്തുവാ, അത് നമ്മളെ എത്ര ദൂരം നയിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ നമ്മൾ ചുമ്മാ കർമ്മ അവൻ്റെ കർമ്മ ഇവൻ്റെ കർമ്മ അങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് മേലോട്ടമായിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. വളരെ ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കി എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ വരും വരാഴിയെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം കർമ്മ യോഗ, കർമ്മയോഗി, ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൂമെൻറ്റ്, അല്ലെങ്കിൽ 100% മൈൻഡ്ഫുൾനെസ്സോടെ ജീവിക്കണം. അപ്പം ഇന്നലത്തെ വീഡിയോയിലും കണ്ടു, 100% മൈൻഡ്ഫുൾനെസ്സോടെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ കർമ്മബന്ധത്തിൽ വരുന്നില്ല, അതിലകപ്പെടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് നെഗറ്റീവ് കർമാസ് ഇല്ല. സോ ഇത്രയാണ് നമ്മൾ കർമ്മയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി വരുന്ന അടുത്തടുത്ത വീഡിയോകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വിശദീകരിച്ച് നോക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലത് ഭവിച്ചിടട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.